പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ കുടുംബമായി മാറിയിരിക്കുന്ന കുടുംബത്തിലെ ഒരംഗമായി ഞാൻ നിൽക്കുന്ന ഈ സമൂഹത്തിൻ്റെ വടക്കൻ മേഖല സഹോദരി സമാജ സെമിനാറിൽ കർത്താവിൻ്റെ വചനമായി ഈ പുൽപ്പള്ളിയിലെ ദൈവസഭയിൽ വരുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എന്നാൽ ബെസി ആൻറ്റി എന്നോട് പ്രത്യേകമായി പറഞ്ഞു, ടീച്ചർ പ്രസംഗിക്കുമ്പോൾ വചനം മാത്രമല്ല ടീച്ചറിൻ്റെ സാക്ഷ്യവും കൂടെ പറയണം എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു ബന്ധുക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. പലപ്പോഴും ഞാൻ പറയും, വേറെ സമുദായ സഭകളിലൊക്കെ വളർന്ന് അവരെങ്ങനെ രക്ഷയിലേക്ക് വന്നു അതൊക്കെ അവരൊരു സാക്ഷ്യമായി പറയാറുണ്ട്. ഞാൻ ആക്ച്വലി ബന്ധുക്കോസ് കുടുംബത്തിൽ, എൻ്റെ മമ്മിയും ഈവൻ മമ്മിയുടെ അപ്പച്ചൻ പോലും ഈ ഇങ്ങനെ ഒരു ബന്ധുക്കോസ് കുടുംബത്തിൽ ജനിച്ചു വന്നവരാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി കർത്താവ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളത് ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്ന ഒരു സംഗതിയാണ്. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ വളർത്തപ്പെട്ടു. ഞങ്ങൾ വളർന്നു വന്നപ്പോൾ തന്നെ എനിക്ക് 2 സഹോദരങ്ങളാണ്. മൂത്ത 2 ആങ്ങളമാരാണ്. അവർ രണ്ടുപേരും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞങ്ങൾ 3 പേരും സെക്യുലർ ടീച്ചേഴ്സായിരുന്നു. ഞങ്ങളുടെ ജോലി മാറ്റി വെച്ചിട്ടാണ് കർത്താവിൻ്റെ വിളി ഉണ്ടായി ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യാനായി ഇറങ്ങിത്തിരിച്ചത്. ഞങ്ങൾ 3 പേരും കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചത് ഞങ്ങളുടെ പപ്പായോ മമ്മിയോ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് കൊണ്ടല്ല. ഞങ്ങൾ ചെറുപ്പം മുതലേ വളർന്നു വന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന അപ്പനെയും അമ്മയും ഞങ്ങൾ കണ്ടാണ് വന്നത്. അവരാദ്യം കൃഷിക്കാരൊക്കെ ആയിരുന്നു. മമ്മി അസംബ്ലീസ് ഓഫ് ഗോഡിലെ KM ജോസഫ് എന്ന് പറയുന്ന ദേവദാസൻ എല്ലാവരും അറിയുന്നതാണ്. ഏക മകളായി 5 സഹോദരങ്ങളുണ്ട്. ഇപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൗത്ത് സദേൺ ഇതിൻ്റെ SIAGയുടെ ചുമതലയൊക്കെ വഹിക്കുന്ന KJ മാത്യു സാറിനെ എല്ലാവർക്കും വളരെ പരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങളാണ് പ്രിയ മമ്മി. അപ്പോൾ സഹോദരങ്ങളെല്ലാവരും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. അവരെല്ലാവരും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അങ്ങനെ മമ്മി 1 വർഷം ബെഥൽ ബൈബിൾ കോളേജിൽ പഠിച്ചു. എന്നാൽ അന്നത്തെ കാലത്തൊക്കെ അപ്പന്മാർ പറയുന്ന ഒരു വിവാഹം കഴിക്കുക എന്നേ ഉള്ളൂ, മറിച്ചൊരു പറച്ചിലോ ചോദ്യമോ ഒന്നുമില്ല. അങ്ങനെ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഏകദേശം 15 വർഷത്തോളം ഈ മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ഞാൻ ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിച്ചതാണ്. ഞാൻ വിവാഹം ചെയ്ത വ്യക്തി കർത്താവിൻ്റെ വേല ചെയ്യണം, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. ആരോടും പറയത്തില്ലായിരുന്നു. മമ്മി അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചു. ഞാൻ അറിഞ്ഞത് അതിനുശേഷമായി പപ്പ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. ഇപ്പോൾ 40 വർഷത്തിൽ പരമായി AGയിൽ ഒരു സീനിയർ ശുശ്രൂഷകനായി കർത്താവിൻ്റെ വേല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. വയസ്സ് 73 എങ്കിലും ചെറുപ്പക്കാരുടെ ഒരു ചുറുചുറുക്കോടെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ഇന്നും എനിക്ക് വേണ്ടി എവിടെ ഞാൻ പോയാലും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കും. വിളിച്ച് രാവിലെ പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. അപ്പം പറഞ്ഞു, മോളെ ഇന്ന് എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇന്ന സ്ഥലത്ത് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുക ചെറിയ പ്രായത്തിൽ തന്നെ വളരെ കഷ്ടപ്പാടുകൾ. എൻ്റെ ചെറുപ്പകാലത്തിലൊന്നും ഞാൻ അത്ര കഷ്ടപ്പാട് അനുഭവിച്ചിട്ടില്ല. എന്നാൽ അവരൊക്കെ ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ വന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ സാമ്പത്തികമായി ഒത്തിരി വലിയ ഭദ്രതയൊന്നും അന്നേരം ഇല്ലായിരുന്നെങ്കിലും പ്രിയ പപ്പായും മമ്മിയും ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യമെന്നുള്ളത് നല്ലൊരു വിദ്യാഭ്യാസം തരുവാൻ അവർ വളരെ പരിഗണന കാണിച്ചു എന്നുള്ളത്. അന്നത്തെ കാലത്ത് മംഗലാപുരത്ത് ഞങ്ങളെ 3 പേരെയും ഒരു വളരെ നല്ല ഒരു ബാപ്റ്റിസ്റ്റ് കോളേജ്, അവിടെ ഞങ്ങൾ സെക്യുലർ എഡ്യൂക്കേഷന് വേണ്ടിയാണ് പോയത്. എങ്കിലും അവിടെ ബൈബിളും പഠിപ്പിക്കുന്ന ഒരു രീതി. അത് ഞങ്ങൾ അന്ന് പഠിച്ചത് അവിടെ സെക്യുലർ ആര് പഠിക്കുന്നു അവർ ഹിന്ദുക്കളായാലും അവരിത് പഠിച്ചിരിക്കണം നിർബന്ധമുണ്ട്. അങ്ങനെയാണ് അത് നല്ലൊരു കോളേജ്. അവിടെയുള്ള ഫീസ് അടയ്ക്കാനുള്ള സാമ്പത്തികമായ നിലവാരമൊന്നും അന്നേരം ഇല്ലായിരുന്നു. എങ്കിലും പ്രിയ പപ്പായും മമ്മിയും ഞങ്ങളെ അവിടെ അയച്ച് പഠിപ്പിച്ചു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ പാടെ തന്നെയാണ്, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, എൻ്റെ ഭർത്താവിനെ ഷാജി സാറ് പെട്ടെന്നൊരു കല്യാണാലോചനയൊക്കെ വന്ന് അങ്ങനെ വിവാഹം പെട്ടെന്ന് നടന്നു. അതിനുശേഷമാണ് എൻ്റെ ഡിഗ്രിയുടെ റിസൾട്ട് അറിയുന്നത്. അദ്ദേഹം ഇപ്പോഴും പഠിപ്പിക്കാൻ പഠിക്കണം, പിള്ളേരും ഭാര്യയൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഞാൻ ഇനി വേറെ ഒരു പഠിത്തവും കൂടെ ചെയ്യാനുള്ളൂ, ഡോക്ടറേറ്റും കൂടെ ചെയ്യണമെന്ന് വളരെ ആഗ്രഹവും പ്രാർത്ഥനയത്. അതുപോലെ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും പഠിക്കുവാനും ഇടയായത്. ഡിഗ്രി കഴിഞ്ഞ് അപ്പോൾ കല്യാണമൊക്കെ നടക്കുന്നൊരു ഉറപ്പായപ്പം അദ്ദേഹം
ഞങ്ങളോടൊന്നും പറയാതെ തന്നെ അവിടെ BEdനുള്ള അഡ്മിഷൻ എടുത്തു. അവിടെ എനിക്ക് ദൈവം സഹായിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് BEdന് അഡ്മിഷൻ കിട്ടി. BEd ചെയ്തു. അതിനുശേഷം ഞാൻ MA ഇംഗ്ലീഷ് ചെയ്തു. അപ്പം MA BEd ഇംഗ്ലീഷാണ് ചെയ്തത്. MA BEd ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ടീച്ചർ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. എന്നാൽ ഇപ്പം അങ്ങനെയല്ല, അല്ലേ പാസ്റ്ററെ? ഓരോ സബ്ജക്റ്റിൽ സ്പെഷ്യലൈസേഷൻ ഉള്ളവർ വേണം. ഇംഗ്ലീഷ് പഠിപ്പിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മെയിനായി എടുത്തവർക്കേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു രീതി നമ്മുടെയൊക്കെ കാലത്ത് വന്നുകൊണ്ടിരുന്നു. ഞാൻ അതിനുശേഷം വിശാഖപട്ടണത്ത് ഞങ്ങൾ ജോലിയുള്ള ബന്ധത്തിൽ പോയി. അവിടെ ഒരു ICSC സ്കൂളിൻ്റെ വയസ്സ് 25 കഴിഞ്ഞതേ ഉള്ളായിരുന്നു. അവിടെ ചെന്നപ്പം എവിടെ ചെന്നാലും ഉത്തരവാദിത്തം വരും, എന്നാന്നറിയത്തില്ല, അങ്ങനെയാണ്. അവിടെ ചെന്നപ്പോഴും ആ സ്കൂളിൻ്റെ ഒരു പ്രിൻസിപ്പളായിട്ട് എന്നെ അവിടെ അപ്പോയിൻ്റ് ചെയ്തു. ഏകദേശം 900-ലധികം സ്റ്റുഡൻസ് ഉള്ള ICSC സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ തന്നെ അവിടെ +2 കോളേജുണ്ട്, അവിടെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. സെമിനാരി ഉണ്ട്, അവിടെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കും. അങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യുക. ഭയങ്കര, ഒരു മിനിറ്റ് ഇരിക്കാൻ നേരമില്ല. ഭക്ഷണം കഴിക്കുകയല്ലായിരുന്നു. അതിൻ്റെയൊക്കെ ഇപ്പം അനുഭവിക്കുന്നുണ്ട്, അന്നേരം കഴിക്കാത്തതിൻ്റെയൊക്കെ. അന്നേരത്തെ ഊർജ്ജസ്വലതയ്ക്ക് ഓടി നടന്ന് പഠിപ്പിക്കുക. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി പറയാം, പല ദൈവദാസന്മാരിലൂടെ, ദൈവമക്കളിലൂടെ എന്നോട് എപ്പോഴും പറയും, ഷൈനി, കർത്താവ് നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുള്ളതാ, കർത്താവിൻ്റെ വചനം പറയാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒക്കെ എനിക്ക് ചെറുപ്പത്തിലെ മുതൽ ഭയങ്കര ആഗ്രഹമാണ്, എന്താ, ഒരു ടീച്ചറാകണം. അടുത്തൊരു റബ്ബറും തോട്ടമുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ കാർഡും പറിച്ചെടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ടീച്ചറിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം സ്നേഹമാണ് ടീച്ചറാകണം എന്നുള്ളത്. ദൈവം ആഗ്രഹം സാധിപ്പിച്ചു. ഏത് പ്രായത്തിലുള്ളവരെ, LKG തൊട്ട് 10 വരെ, പിന്നെ സെമിനാരി പപ്പായേക്കാളും പ്രായമുള്ളവരെയും ഞാൻ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു. എന്നിട്ടും എൻ്റെ തീരുമാനത്തിനൊന്നും വലിയ വ്യത്യാസമില്ലെന്ന് സ്വർഗത്തിലെ ദൈവം കണ്ടു. പലരെ കൊണ്ട് ഓർമ്മിപ്പിച്ചു, കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങണം. അയ്യോ, എനിക്കിത് ഭർത്താവിനോട് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം അക്കൗണ്ടൻ്റായിട്ട് അവിടെ ജോലി ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ, അഭിമോൻ ഏകദേശം 8 വയസ്സ്, എനിക്ക് 2 ആൺമക്കളാണ്. അഭിക്ക് 8 വയസ്സായപ്പോൾ ഞാൻ രണ്ടാമത് ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ചു. ഗർഭം ധരിച്ച ഉടൻ മുതൽ തന്നെ എനിക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസാണ്. ഞാൻ 1 വർഷം അവിടുത്തെ മാനേജ്മെൻറ്റ്, ഇവിടെയുള്ളവർ ഞങ്ങളോട് വളരെ സ്നേഹമുള്ളതുപോലെ അവർക്ക് ഞങ്ങളോട് ഭയങ്കര കരുതൽ. അവിടെ ഒരു ആൻറ്റി ഉണ്ട്, എൻ്റെ പ്രസിഡൻറ്റ് ആൻറ്റി, ഞങ്ങളെ എനിക്ക് ഒരു 1 ഇയർ ലീവ് അവർ ഗ്രാൻഡ് ചെയ്തു. ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാതെ കിടക്കണം, ഞാൻ ആ സ്കൂളിൻ്റെ ക്യാമ്പസിൽ തന്നെ, അങ്ങനെയൊക്കെ അവർ ചെയ്തു. എന്നാലും അവിടെ നിന്ന് വിട്ടുപോകരുതെന്ന് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. ഞങ്ങളവിടെ ജോലി ചെയ്യുന്നു, ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് 7-ാം മാസം ഞാൻ പപ്പായുടെയും മമ്മിയുടെയും വീട്ടിലേക്ക് വന്നു, അടുത്തേക്ക് വന്നു. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു, എന്നാൽ ഏതായാലും പ്രസവത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ അങ്ങ് വരാം. ഈ ഡിസംബർ 22 ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു ഡിസംബർ 8, താങ്ക് യു മോള്, ഡിസംബർ 8 ആയപ്പോഴത്തേനും ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുമ്പോൾ അന്ന് രാത്രി 12 മണിക്ക് ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഒരു വലിയ ശവപ്പെട്ടി. എന്നാൽ ആ ശവപ്പെട്ടി എംറ്റിയാണ്, അതിനകത്ത് ആരുമില്ല. ഞാൻ സ്നേഹിക്കുന്ന കുറേ എൻ്റെ ഫസ്റ്റ് കസിൻസ്, അച്ചാച്ചന്മാരൊക്കെ അടുത്ത് നിന്ന് കരയുന്നുണ്ട്. ആ പെട്ടിയിൽ ആരുമില്ല, എംറ്റിയാണ്, പക്ഷെ ഭയങ്കര കരച്ചിൽ. ഞാൻ ആ സ്വപ്നം കണ്ടപാടെ ഞെട്ടി ഉണർന്നു. അന്നേരം മുതൽ എൻ്റെ കാലിന് വല്ലാത്ത വേദനയാണ്. എനിക്ക് തണുപ്പൊക്കെ അടിച്ച കാലുവേദനയുണ്ട്, ഇപ്പോഴും കാലുവേദനയുണ്ട്. അത് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ഞാനത് കാര്യമാക്കിയില്ല. പപ്പായും മമ്മിയെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ എന്തൊക്കെയോ അസ്വസ്ഥത എൻ്റെ വയറ്റിൽ എനിക്ക് തോന്നി. വയറിൻ്റെ ഒരു ഭാഗം മുഴച്ചിരിക്കുന്നതായി, സ്റ്റക്കായിരിക്കുന്നതായി എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഇത് പറഞ്ഞേ പറ്റുള്ളൂ. പപ്പ ഒരു മീറ്റിങ്ങിന് പോകാൻ ഒരുങ്ങിയായിരുന്നു. ഞാൻ പറഞ്ഞു, പപ്പ ഇങ്ങനെയൊരു ഇത്. പപ്പ വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പം രാവിലെ ചോദിച്ചു, എന്താ കൊച്ചിൻ്റെ മുഖം വാടിയിരിക്കുന്നത്, അച്ചാച്ചൻ രാവിലെ വിളിച്ചില്ലയോ? ഞാൻ പറഞ്ഞു, അച്ചാച്ചൻ വിളിക്കാത്തതിൻ്റെ അല്ല, ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഉടനെ വണ്ടി എടുത്ത് ആശുപത്രിയിൽ പോയി. അവരെ കണ്ടപാടെ എൻ്റെ ഗൈനക്കോളജിസ്റ്റിന് മനസ്സിലായി. അവരെന്നെ വഴക്ക് പറയാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനൊരു സ്വപ്നലോകത്തിലെന്ന പോലെ എൻ്റെ ബുദ്ധിയെല്ലാം മങ്ങിപ്പോയ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവർ സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി വയറ്റിലെ കുഞ്ഞ് മരിച്ചു പോയെന്ന് അവർക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഷാജിസാറിൻ്റെ വീട്ടിൽ ഒരു പെൺകുഞ്ഞുങ്ങൾ പോലുമില്ല, എല്ലാ ആൺകുഞ്ഞുങ്ങളാണ്. ഞങ്ങൾക്ക് ആദ്യമായി ഒരു പെൺകുഞ്ഞാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അത് ഭയങ്കര സന്തോഷത്തിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം. എന്നിട്ട് അന്നേരം മുതൽ ഞാൻ ഏതോ
ഞാനൊരു റിയൽ സെൻസിലല്ല. എനിക്ക് ഇപ്പോഴും എനിക്ക് അതൊന്നും ഓർത്തെടുക്കാൻ പോലും. എൻ്റെ പപ്പായും മമ്മിയും മമ്മി ഒരു സാധു സ്ത്രീയാണ്. മമ്മി വല്ലാതെ കരയുന്നു. ഞാൻ മമ്മിയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. എന്നാൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞുള്ള റിപ്പോർട്ട് അവർ തന്നത്, അവർ വിചാരിച്ചു നമുക്ക് അത്ര ഇംഗ്ലീഷൊന്നും വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത നാട്ടിൻ പുറക്കാരാണല്ലോ എന്ന് കരുതി അവരെൻ്റെ കയ്യിലേക്കാണ് റിപ്പോർട്ട് തന്നത്. എന്നാൽ റിപ്പോർട്ട് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ദ ഡിമൈസ് ഓഫ് എ ബേബി എന്ന. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ എന്തോ എൻ്റെ ഒരു വിചാരങ്ങൾ, ഒരു കാര്യങ്ങളും എൻ്റെ മനസ്സിൽ എനിക്ക് അപ്പോഴില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു നിലയിലേക്കായി. ഡോക്ടർ പറഞ്ഞു, പപ്പ പറഞ്ഞു ഇനി അവളെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല, സിസേറിയൻ ചെയ്ത കുഞ്ഞിനെ പുറത്തെടുക്കുക എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഷൈനി ഇത്രയും ചെറിയ പ്രായമാണ്, ഇപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മരിച്ച ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളത് അമ്മയ്ക്കും കുഞ്ഞിനും ഡേഞ്ചറായ കാര്യം. അമ്മയെ മരണപ്പെടാൻ വളരെ സാധ്യതയുള്ളതാണ്. എന്നാലും അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെയുള്ളതൊക്കെ ഒരു സ്വപ്നം പോലെയായിരുന്നു. അവർ മരുന്ന് തന്നു, ആ കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവ് കാണാത്ത കുഞ്ഞിനെ എനിക്ക് കാണണ്ട, എന്നെ കാണിക്കണ്ട. എന്നാൽ ഞാൻ ബാത്റൂമിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവളെ അവിടെ കിടത്തിയിരിക്കുന്നത് ബൈ ചാൻസിൽ ഞാൻ കണ്ടു. ആ കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് എപ്പോഴും ഈ പെൺപിള്ളേരെന്നുള്ളത് ഭയങ്കര എനിക്കൊരു വീക്ക്നെസ്സാണ്. ഇപ്പോഴും അതെ. ഞാനിവിടെ ഇരുന്നപ്പോൾ ഇതുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണോ കർത്താവ് അതിനെ തിരിച്ചെടുത്തതെന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട്. അത്രമാത്രം സ്നേഹം എനിക്ക് പെൺകുഞ്ഞുങ്ങളോട് ഇപ്പോഴും എനിക്കുണ്ട്. വഴിയെ പോയാലും ഞാൻ അതുങ്ങളെ ഒന്ന് തോണ്ടിയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയുള്ളൊരു ഇതുണ്ട്. എന്തുമാവട്ടെ, അങ്ങനെ ഒരു സംഭവം നടന്നു. പിന്നീട് ഒരു മാസത്തേക്ക് എനിക്ക് ഭയങ്കര ഹൈ BP ആയിരുന്നു. BP ഒരിക്കലും താന്നു വരത്തില്ല. അവസാനം ഒരു മാസമായപ്പോൾ ഞാൻ ഉറങ്ങാറില്ല. ഞാൻ പകലും ഉറങ്ങത്തില്ല, രാത്രിയും ഉറങ്ങത്തില്ല. പപ്പായും മമ്മിയും വളരെ സങ്കടത്തിലായി. ഷാജി സാറിന് ഇത് വളരെ വലിയൊരു ഷോക്കായിരുന്നു. എന്നേക്കാൾ സങ്കടമായിരുന്നു. അദ്ദേഹത്തിന് താങ്ങാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു വളരെ വലിയ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ ഞങ്ങൾ കടന്നുപോയി. തിരിച്ച് ഞാൻ അവസാനം പപ്പായോട് പറഞ്ഞു, പപ്പ എന്നാൽ അച്ചാച്ചൻ്റെ അടുത്തേക്ക് എന്നെ ക്യാമ്പസിൽ വിട്ടേരെ, ഒരു പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഓൾറൈറ്റ് ആവും. അവരത് കേട്ടു, എന്നെ തിരിച്ചുകൊണ്ട് വിട്ടു. ഞാൻ അവിടെ തനിയെ ഇരിക്കും, റൂമിൽ ഞാൻ തനിയെ ഇരിക്കും. ഇവരെല്ലാം ജോലിക്ക് പോകും. ഒരു ദിവസം ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിനോട് ഇടപെടാനായിട്ടിടയായി. സ്തോത്രം. ഞാനിരുന്ന് ചിന്തിക്കുവാനിടെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിക്കേണ്ടതല്ലായിരുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചുവെന്ന് ഞാൻ ചിന്തിക്കാനിടയായി. അന്ന് ഞാൻ ദൈവസന്നിധി വിവാഹശേഷം ഇപ്പോൾ 10-26 വർഷം കഴിഞ്ഞു. ഇന്നുവരെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെയാണ് കാര്യം പറയുന്നത്. ഒരു കാര്യം പോലും സാറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാത്ത ഞാനാണ്. ആകെ ഒരു കാര്യം മാത്രമേ ഞാൻ തീരുമാനമെടുത്തുള്ളൂ. ഇന്നു മുതൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന്. ഞാനിരുന്ന് ആ സ്ഥലത്ത് മുട്ടുകുത്തി ഞാൻ തീരുമാനമെടുത്തു. എനിക്കറിയാം ഇതെങ്ങനെ ഷാജി സാർ എന്നോട് പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ആ തീരുമാനം ഞാൻ പ്രാർത്ഥനയോടെ എടുത്തു. അദ്ദേഹം വന്ന് ഞാൻ അദ്ദേഹവുമായി ഷെയർ ചെയ്തു. എന്നോട് ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു ഞാനും ആ തീരുമാനത്തിന് വേണ്ടി എന്നെയും സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ദൈവവചനം പഠിക്കുവാനായി പോയി. ദൈവവചനം പഠിച്ച് ഇങ്ങനെ ആദ്യം തന്നെ ഇവിടേക്കാണ് കടന്നു വന്ന് ഇപ്പോൾ 16 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുക. എന്നാൽ വേറൊരു കാര്യം കൂടി എനിക്ക് പറയുവാനുള്ളത്, ഞാൻ ആകെ ഒരു PSC ടെസ്റ്റ് ആയിരുന്നു എഴുതിയിരുന്നത് B.Ed കഴിഞ്ഞതിന് ശേഷം. അതിനുള്ള സമയമേ ഉള്ളായിരുന്നു. ആ PSC ടെസ്റ്റ് എഴുതി, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു, ഒന്നും വിളിച്ചില്ല, എടുത്തില്ല. ഞാൻ പ്രിപ്പയർഡായി എഴുതിയതൊന്നുമല്ല. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ ഒരു റിവൈസ് ചെയ്ത് അവർ നോക്കിയപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ടീച്ചറായി ഹൈസ്കൂളിലേക്ക് സെലക്ഷൻ കിട്ടി. അപ്പോഴേക്കും ഞാൻ ദൈവസന്നിധി തീരുമാനമെടുത്തു, ഞാൻ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്കായി ഇനി ഞാൻ ഒരു ജോലിയും ഒരു ട്യൂഷൻ പോലും ഞാൻ ഇനി എടുക്കത്തില്ല. കർത്താവിൻ്റെ വേല ചെയ്യുകയല്ലാതെ കർത്താവും എൻ്റെ വേലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യല്. അപ്പോൾ എനിക്കിങ്ങനെ സെലക്ഷൻ വന്നു, എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ഇത് വന്നു. എല്ലാവരും എന്നെ പഴിക്കുവാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഒരു കാശിന് വകയില്ലാതെയാണ് ഞങ്ങൾ GFA വന്ന് MTHന് ചേരുന്നത്. ഞങ്ങളെ ആരും പഠിപ്പിക്കാമെന്ന് ഏറ്റിട്ടില്ല, ഞങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യാമെന്നില്ല. ഞാൻ അപ്പോഴും ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചു. ഇനി പുലർത്തേണ്ടത് എൻ്റെ കർത്താവിൻ്റെ ചുമതലയാണ്. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ പറയട്ടെ, ഇതുവരെ എൻ്റെ അപ്പനോട്, എൻ്റെ സഹോദരങ്ങളോടോ, ഒരു വ്യക്തികളോട് ഞാൻ എൻ്റെ ഒരു ആവശ്യം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ ഒരു ആവശ്യത്തിന് കർത്താവ് മുട്ടുവരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ദൈവം അത്ഭുതകരമായി നടത്തും. ഇന്നലെ ഞാൻ ജോസ് മാസ്റ്ററുടെ വീട്ടിൽ വന്നിരുന്നപ്പോൾ അദ്ദേഹം ആൻറ്റിയും ഞങ്ങളോട് പറഞ്ഞ
പറഞ്ഞ സാക്ഷ്യങ്ങൾ, എനിക്ക് എത്രമാത്രം, എനിക്ക് പാസ്റ്ററോട് ഓൾറെഡി ബഹുമാനമുണ്ട്, പക്ഷെ എൻ്റെ ബഹുമാന സ്നേഹം ഒത്തിരി വർദ്ധിക്കുവാനിടയായി. അവരെ ദൈവം നടത്തിയ വിധങ്ങൾ, കർത്താവിന് വേണ്ടി ആര് വിശ്വസ്തരായി നിന്നാലും ദൈവം ആർക്കും കടക്കാരല്ല. അത് നാം പൂർണ്ണമായി മനസ്സിലാക്കണം. ആ ജോലിക്ക് ഞാൻ പോയില്ല എന്നുള്ള ഇതിൽ എല്ലാവരും എന്നെ പഴിക്കാൻ തുടങ്ങി. അവൾ ഭയങ്കര അഹങ്കാരി, അവൾ തൻ്റെടിയ. ആർക്കെങ്കിലും ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് വേണ്ടെന്ന് വെക്കും. ഇപ്പൊ പാസ്റ്ററോട് ചോദിച്ചാൽ മതി, ഗവൺമെന്റ് ടീച്ചറിന് എത്രയാ ശമ്പളമാണെന്ന് ചോദിച്ചാൽ മതി. എനിക്കിതൊന്നും ഒരു വിഷയമല്ല. എന്നാൽ ഞാൻ ദൈവസനെ പ്രാഗൽഭ്യത്തോടെ വിളിച്ചു പറയട്ടെ, ഇന്നു വരെ ഞാൻ എടുത്ത തീരുമാനത്തിന് ഒരു റിഗ്രഷൻ എനിക്ക് തോന്നിയിട്ടില്ല, ഒരു പശ്ചാത്താപം എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ബില്ലി ഗ്രഹാമിനോട് അമേരിക്കയുടെ പ്രസിഡന്റ്ഷിപ്പ് ഓഫർ ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ജോലിയേക്കാൾ താഴ്ന്ന ഒരു ജോലി ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. അതാ ഷൈനി ചാരിക്കും പറയുവാനുള്ളത്. ഞാൻ ചെയ്യുന്ന ഈ പ്രൊഫഷനേക്കാളും അതിനേക്കാളും വലുതായി ഒരു ജോലി ഈ ലോകത്തിലെ മക്കളെ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടെ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുക, ഈ ലോകത്തിലെ ഡോക്ടറാണെന്നോ എഞ്ചിനീയർ ആണെന്നോ ഏത് തരത്തിലുള്ള തസ്തികയിൽ നിങ്ങൾ വന്നാലും കർത്താവിന്റെ വേല ചെയ്യുന്നവരോളം മാന്യതയും അതിൻ്റെതായ പദവിയും വേറെ ഒരു ജോലിക്കുമില്ലെന്ന് ഞാൻ ആത്മാഭിമാനത്തോടെ വിളിച്ചു പറയുകയാണ്. എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിഷമായിരുന്നു. എന്റെ മൂത്ത മോനെ ഇടയ്ക്ക് പണ്ട്, ഇപ്പം പറയത്തില്ല, പണ്ട് പറയായിരുന്നു, മമ്മി ദൈവമേ ആ ജോലിക്ക് പോയായിരുന്നു, ഇപ്പൊ എങ്ങനെ ഇരിക്കാൻ. ഇപ്പം പറയത്തില്ല. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, വരുന്ന ഭാവിയിൽ അവർ പറയും, എൻ്റെ അപ്പനും അമ്മയും ഈ ബൈബിൾ എടുത്തോണ്ടാ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ബഹുമാന്യ ദൈവദാസന്മാർക്കെല്ലാം വിളിച്ചു പറയുവാൻ ഒരു സാക്ഷ്യമുണ്ട്. ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടത് ഈ ബൈബിൾ എടുത്തത് കൊണ്ടാ, കർത്താവിന്റെ വേല ചെയ്തത് കൊണ്ടാ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു ദിനം വരുന്നു. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു, വേഗം പറഞ്ഞു നിർത്താൻ പോവുക. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുടുംബത്തെ കുറിച്ചാണ്. കുടുംബത്തിൽ നാം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഇത് ഫാമിലി കോൺഫറൻസ് അല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് സ്ത്രീകൾക്കുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാ പറയാൻ പോകുന്നത്. ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ രക്ഷയ്ക്ക് വളരെ പ്രാധാന്യം ദൈവവചനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു ഘടകമാണ് കുടുംബം എന്നുള്ളത്. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കുടുംബ ഇമ്പമുള്ളതാകുക എന്നുള്ളതാ. ആമേൻ. അപ്പം കുടുംബ ഇമ്പമുള്ളതാകാം, കുടുംബ കലക്കവും ഉണ്ടാകാം. എവിടെ? കുടുംബത്തില്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഫാമിലി എന്ന് പറയുന്നത് ദൈവത്താൽ സ്ഥാപിതമായതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഫാമിലിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം 2, 3, 4, 5 കാര്യം. എനിക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, ഞാൻ പോയിന്റ് ആയിട്ട് പറയാം. ഫാമിലിയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ മനസ്സിലാക്കും. ഒന്നാമത്തെ കാര്യം, കുടുംബം എന്നുള്ളത് അതൊരു സെന്റർ ഫോർ ക്രിയേറ്റിവിറ്റിയാണ്. മനുഷ്യന്റെ എല്ലാ തരത്തിലുമുള്ള സന്തോഷങ്ങൾക്കും ക്രിയാത്മകതകൾക്കും സഫലമാകുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഘടകമാണ് എന്ത്? കുടുംബം. അതാണ് ഒന്ന്. നമ്പർ 2, ഫാമിലി എന്നുള്ളത് ഇറ്റ് ഈസ് എ place to grow the people. ജനങ്ങൾ വളരുവാനായി, ജനങ്ങളുടെ മാനസിക, ശാരീരിക, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒന്നാണ് എന്ത്? കുടുംബം എന്ന് പറയുന്നത്. മൂന്നാമതായി, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഏറ്റവും സുരക്ഷിതത്വവും ഭദ്രതയും നമുക്ക് എവിടെയാ തോന്നുന്നത്? നമ്മുടെ കുടുംബത്തിലാ. ദൈവമാണ് അത് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ കുടുംബം എന്നുള്ളത് ഇറ്റ് ഈസ് എ ട്രാൻസ്മിറ്റർ ഓഫ് വാല്യൂസ്. ഏറ്റവും നല്ല മൂല്യങ്ങളെ കൈമാറ്റം ചെയ്യുന്ന സ്ഥലമത്രേ എന്ത്? കുടുംബം. എന്തുകൊണ്ടാണ് അത്? നമ്മുടെ കർത്താവ് ദൈവമാണ് ആ കുടുംബത്തെ സ്ഥാപിച്ചത്. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, കുടുംബം എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ പ്ലേസ് വിത്തൗട്ട് പ്രോബ്ലംസ്. ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സ്ഥലമല്ല എന്ത്? കുടുംബം. പ്രശ്നങ്ങളുണ്ട്, എന്നാൽ ദൈവ പൈതലിന് പ്രശ്നത്തെ അതിജീവിക്കുവാനായി കഴിയും. 2 വേർഡ്സ് ഉണ്ട്, ഹൗസ് ആൻഡ് ഹോം. കേൾക്കുന്നുണ്ടോ?
ഹൗസ് ആൻഡ് ഹോം. ഹൗസ് എന്ന് പറഞ്ഞാൽ അമ്മച്ചി വീട്, ഹോം എന്ന് പറഞ്ഞാൽ ഭവനം. ആമേൻ. വീട് ആർക്കും പണിയാം, പൈസ ആരുടെ കയ്യിലുണ്ടോ വീട് പണിയാം. അതാ ബിൽഡിങ്ങിനെയാ റെഫർ ചെയ്യുന്നത്. എന്നാൽ ഭവനം അങ്ങനെ പൈസ ഉള്ളവർക്ക് പണിയാൻ പറ്റത്തില്ല, ദൈവാശ്രയമുള്ളവരെ പണിയാൻ പറ്റത്തുള്ളൂ. ദൈവാശ്രയവും ദൈവഭയവും ദൈവകൃപയും ഉള്ളവർ പണിയുന്നതാണ് എന്ത്? ഭവനം. നമ്മുടെ ഭവനമാ, വീടല്ല. വീടെന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങാ, അത് ആർക്കും പണിയാം. എന്നാൽ ഭവനം എന്നുള്ളത് ആരാണ് പണിയുന്നത്? ദൈവം പണിയണം. നമുക്ക് ദൈവാശ്രയം വേണം. അത് നിങ്ങൾ ആദ്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി ഭവനം പണിത വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു പട്ടണമോ എന്താ എന്ന് വെച്ചാൽ പണിതത് ആരാണ്? ആദ്യമായിട്ട് വീട് പണിത, പട്ടണം പണിത വ്യക്തിയാണ് കയീൻ. എന്താണ്? ആരാണ്? കയീൻ. ഉൽപ്പത്തി പുസ്തകം 4-ന്റെ, മക്കളെ വേഗം വേഗം ചിലത് വായിക്കാമെങ്കിൽ ഒന്ന് വായിച്ച് സഹായിക്കണേ. ഉൽപ്പത്തി പുസ്തകം 4-ന്റെ 16-17 വാക്യങ്ങൾ. യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു. മക്കളെ ഇനി വായിച്ചേ 23-ാം വാക്യം, 4-23. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദായും സില്ലായുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ. ലാമേക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവിൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും. കേട്ടോ അവിടെ എന്നെ കയ്യും പറയുന്ന ആദ്യം ഭവനം, ആദ്യം വീട് അല്ലെ പട്ടണം പണിത വ്യക്തിയായ ആര്? കയീന്. കയീൻ പറഞ്ഞ വീടിന്റെ അല്ലെ പണിത പട്ടണത്തിന്റെ അവസ്ഥയായി ഇവിടെ കൊച്ചു വായിച്ചു കേട്ടത്. എന്ത്? എന്റെ പരിക്കിന് പകരം പരിക്കും, എന്റെ മുറിവിന് പകരം മുറിവും. ഏത് വീട്ടിൽ ഉയരുന്നതാ? എന്ത്? പ്രതികാരത്തിന്റെ ശബ്ദം. പ്രതികാരത്തിന്റെ ശബ്ദമാണ് കയീൻ പണിത വീട്ടിൽ. കാരണം അവിടെ ദൈവാശ്രയം ഇല്ലായിരുന്നു ആ പട്ടണം പണിതതിൽ, ആ ഭവനം. എന്നാൽ അപ്പോൾ തന്നെ നമുക്കറിയാം കർത്താവിന്റെ വളരെ കൃപ ലഭിച്ച നോഹ പണിത ഭവനം എത്ര അനുഗ്രഹമായിരുന്നു, പെട്ടകം എത്ര അനുഗ്രഹമായിരുന്നു. കാരണം അപ്പോഴത്തെ ജനറേഷൻ, തലമുറ എന്ന് പറയുന്നത് വഷളത്വം നിറഞ്ഞതായിരുന്നു. വഷളത്വം നിറഞ്ഞ തലമുറയുടെ ഇടയിൽ ദൈവകൃപയുള്ള നോഹ ഭവനം പണിതു. അവനും ഭാര്യയും മക്കളും അവരുടെ ഭാര്യമാരും, അല്ലയോ, അവരെ സ്വസ്ഥമായിട്ട് അവിടെ പാർക്കുന്നത്. ഈ 2 ഭവനങ്ങളെ, വീടിനെയും ഭവനത്തെയും ഞാൻ കാണിച്ചു തന്നത് ദൈവാശ്രയമില്ലാതെ പണിയുന്നിടത്ത് പ്രതികാരത്തിന്റെ ശബ്ദം ഉയരുമ്പോൾ, ദൈവഭയവും ദൈവകൃപയും ദൈവ സാന്നിധ്യമുള്ളിടത്ത് എന്താണ് ഉയരുന്നതെന്ന് അറിയാമോ? അവിടെ ദൈവകൃപ ചൊരിഞ്ഞിറങ്ങുകയാ ചെയ്യുന്നത്. അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാ ചെയ്യുന്നത്. അടുത്തതായി ഒരു ദൈവത്തിന്റെ ഭവനം എങ്ങനെയായിരിക്കണമെന്നാണ് യെശയ്യാവിന്റെ പുസ്തകം 32-ന്റെ 18-ാം വാക്യം. യെശയ്യാവ് 32-ന്റെ 18. സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. കേട്ടെ ദൈവ പൈതലിന്റെ ഭവനം എങ്ങനെയായിരിക്കണം? ആ വാക്യം എല്ലാവരും ഇന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് പോകണം. എന്നിട്ട് നിങ്ങൾ ഇത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണമേ. നമ്മുടെ ഭവനം എങ്ങനെയാകണം? 1, സമാധാന നിവാസമാകണം. 2, നിർഭയ വസതികളാകണം. 3, സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളാകണം. സമാധാന നിവാസം, മക്കളെ കിട്ടുന്നുണ്ടോ? സമാധാന നിവാസം. നമ്പർ 2, നിർഭയ വസതി. നമ്പർ 3, സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങൾ. ആക്ച്വലി ഈ വേഴ്സസ് എഴുതുമ്പോൾ യഹൂദ അപ്പോൾ പുറത്തു നിന്നും അകത്തു നിന്നുമുള്ള എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങളും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടുന്ന, ആ രാജ്യം നേരിടുന്ന ഒരു സമയമായിരുന്നു അന്ന്. ആ സമയത്ത് ഇവിടെ പറയുക, പുറത്ത് പ്രശ്നമുണ്ടായിരിക്കാം, അതിക്രമമുണ്ടായിരിക്കാം, പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ഭവനത്തെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്:
അത് സമാധാന നിവാസമാ. ദൈവത്തിന്റെ സമാധാനം ഇറങ്ങി വരുന്നിടമാ. അത് നിർഭയ വസതികളാ. ഇവിടെ ദൈവജനം, യഹൂദ ജനത്തിന് ഭയമാ. എപ്പോഴാ യുദ്ധം വരുന്നത്? എപ്പോഴാ ആക്രമണങ്ങൾ വരുന്നത്? ഞങ്ങളുടെ ജീവൻ ഒരു സുരക്ഷിതത്വമില്ല. ഞങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം ഫീലിനേറെ നാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ദൈവജനത്തിന്റെ ഭവനത്തിൽ പോലും തലമുറകളുടെ മുറികളിൽ കയറി ചെല്ലുവാൻ ആക്സസ് ഇല്ലാത്ത നിലയിൽ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയല്ലേ? വെട്ടിക്കൊലയും. എങ്ങനെയാണ് മാതാപിതാക്കൾ പോലും സമാധാനത്തോടെ ഭവനത്തിൽ കിടന്നുറങ്ങുവാൻ കഴിയും? ഒരു ഭയവും നമ്മളെ ഭരിക്കത്തില്ല. ഡിപ്പോസിറ്റ് കുറവായിരിക്കും. ധനപരമായിട്ട് വലിയ മെച്ചമൊന്നും കാണത്തില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നമുക്ക് ക്രിസ്തുവിൽ സമാധാനമുണ്ട്, ക്രിസ്തുവിൽ സ്വൈര്യമുണ്ട്, ക്രിസ്തുവിൽ നിർഭയത്വമുണ്ട്. അപ്പൊ ഇവിടെ പറയുകയാണ് ഇത് സമാധാന നിവാസമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, നമുക്ക് ഏറ്റു പറയാം ദൈവസന്നിധി, കർത്താവേ, എന്റെ ഭവനം സമാധാന നിവാസമായിരിക്കണം, എന്റെ വസതി നിർഭയ വസതിയായിരിക്കണം, എന്റെ വിശ്രമ സ്ഥലങ്ങൾ സ്വൈര്യമുള്ളതായിരിക്കണം. ആ വാക്കിന്റെ പ്രോഗ്രഷൻ ഒന്ന് നോക്കിക്കേ, അതെങ്ങനെയാ പുരോഗമിക്കുന്നെന്ന്. ആദ്യം പറയുക യേശുവിന്റെ സമാധാനം, പിന്നീട് അതിൽ നിന്ന് നിർഭയത്വം ഉണ്ടാകുന്നു, പിന്നെ ആ നിർഭയത്വത്തിൽ നിന്ന് വിശ്രാമം ഉണ്ടാകുന്നു. ആമേൻ. ഇതിനോട് ബന്ധപ്പെട്ട അനേകം വാക്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ കാണുവാനായി കഴിയും. 23-ന്റെ 2-3 വാക്യങ്ങൾ എന്നാ പറയുന്നത്? നീ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്. അതെന്തുവാ? വിശ്രാമ സ്ഥലത്തിലേക്ക് ദൈവം നമ്മെ നടത്തുകയാ ചെയ്യുന്നത്. യിരെമ്യാ പ്രവചനം 33-ന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവിടെ ഇങ്ങനെയാ: ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കും. മത്തായിയുടെ സുവിശേഷം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. വെളിപ്പാട് പുസ്തകം 21-ന്റെ 3-4 വാക്യങ്ങൾ. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാക്കളെ, എനിക്ക് പറയുവാനുള്ളത്, ഇന്ന് നിങ്ങൾ ഒന്ന് വിചിന്തനം ചെയ്യണം. കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്ന നമ്മുടെ ഭവനം, അത് നിർഭയ വസതിയാണോ? അത് സ്വൈര്യമുള്ള നിവാസമാണോ? അത് സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലമാണോ? സമാധാന നിവാസമാണോ? അതിനെതിരായി എന്തെങ്കിലും ശത്രുവായ സാത്താൻ തലമുറകളിലൂടെയോ കുടുംബ ബന്ധങ്ങളിലൂടെയോ പോരാടുന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്മേൽ ജയമെടുത്തിട്ട് വേണം ദൈവസന്നിധി വിട്ടുപോകുവാൻ. നമ്മുടെ ഭവനം സമാധാന നിവാസവും നിർഭയ വസതിയും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളുമായിരിക്കണം. ആമേൻ. ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, സമയമില്ല. ഞാൻ വേഗം പറഞ്ഞ് എൻ്റെ സമയത്ത് ഞാൻ ഇരിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ആസ്പെക്റ്റ്, ഞാൻ ഭവനം എന്താ, വീടെന്താ, നമ്മുടെ ഭവനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. രണ്ടാമതായിട്ട്, വാട്ട് ആർ ദ റോൾസ് ഓഫ് വുമൻ ഇൻ ദ ചർച്ച്? ഒരു ചർച്ചിൽ, സഭയിൽ ഒരു സഹോദരിയുടെ റോൾ എന്താണ്, എന്തായിരിക്കണം, അവരുടെ കടമ എന്തായിരിക്കണം? നമ്പർ 1, ഒന്നാമതായി എഴുതുന്നവർക്ക് എഴുതാമേ. നമ്പർ 1, ടു പ്രാക്ടീസ് സ്പിരിച്വൽ ഡിസിപ്ലിൻ. ഒന്നാമതായി നാം ആത്മീയ അച്ചടക്കം പ്രാപിക്കുന്നവരായിരിക്കണം. അതാണ് ഒന്നാമത്തെ കടമ. പ്രാക്ടീസ് സ്പിരിച്വൽ ഡിസിപ്ലിൻ. നമുക്കൊരു ആത്മീയ അച്ചടക്കം ഉണ്ടായിരിക്കണം. ഇവിടെ ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മെയിനായിട്ടും 3 കാര്യങ്ങളാണ്. എത്ര കാര്യങ്ങളാ? 3 കാര്യങ്ങൾ. അത് 1 പ്രാർത്ഥന, 2 ഉപവാസം, 3 കൂട്ടായ്മ. പ്രാർത്ഥന,
ഉപവാസം, കൂട്ടായ്മ. എഫേസ്യ ലേഖനം 6:18 അറിയാമല്ലോ, വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അത് നിങ്ങൾ അവിടെ ഒന്ന് മെൻഷൻ ചെയ്തു വെച്ചേരാം. തമ്മിൽ പ്രാർത്ഥിച്ചും, ആ വാക്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ഒന്നാമതായി നമുക്ക് വേണ്ടത് ആത്മീയ ഡിസിപ്ലിന, ആത്മീയ അച്ചടക്കം. അത് നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡിൽ അതൊക്കെ പറയാൻ പോയ സമയം പോകുക, എനിക്ക് പറയേണ്ടതൊന്നും പറയാൻ സമയം കിട്ടത്തില്ല. മോഡേൺ ട്രെൻഡ് നോക്കുമ്പോൾ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാണിക്ക്, ചർച്ച വരിക, ചാടിമറിയുക, അത് ഇത് ചർച്ച വരുന്നതിന് ഒരു അച്ചടക്കമുണ്ട്. അത് വസ്ത്രധാരണത്തിലായാലും കൊള്ളാം, നമ്മുടെ ആണെങ്കിലും കൊള്ളാം, നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിലും അതിലൊരു അച്ചടക്കമുണ്ട്. അതുപോലെ സ്ത്രീകൾ മനസ്സിലാക്കണം, നമുക്ക് പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ആത്മീയ അച്ചടക്കത്തെ നാം ഉണ്ടാക്കുന്നത് തന്നെ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരിക്കണം. നമ്മുടെ ശാരീരിക, ആത്മീയ, മാനസിക മണ്ഡലങ്ങളെ ദൈവവചന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്നത് പ്രാർത്ഥനയാലും ഉപവാസത്താലുമാ. ചില സഹോദരിമാര് പറയും, എനിക്ക് വീട്ടിൽ മുഴുവൻ പണിയാ, കൂട്ടായ്മ എപ്പോഴും ഒന്നും അങ്ങനെ വരാൻ പറ്റത്തില്ല പാസ്റ്ററാൻറ്റി, അങ്ങനെ വിളിക്കില്ലേ പാസ്റ്ററാൻറ്റിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാതിരിക്കുക. കുറെ പാസ്റ്ററാൻറ്റിമാർ ചിരിക്കുന്നുണ്ട്. അനുഭവത്തിൽ നിന്നാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പ്രിയ സഹോദരിമാരെ, കൂട്ടായ്മയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കൂട്ടായ്മ വേണം, അതാ കർത്താവിന്റെ വചനം. അങ്ങനെ നമ്മൾ തന്നെ ഇരുന്ന് പാടാനും പ്രാർത്ഥിക്കാനും ആണെങ്കിൽ ഇങ്ങനെ ഒരു സഭയുടെ ആവശ്യമുണ്ടോ? ദൈവമക്കളുടെ ആവശ്യമുണ്ടോ? ദൈവദാസന്റെ ആവശ്യം? കൂട്ടായ്മയ്ക്ക് അതിന്റെ പ്രാധാന്യമുണ്ട്. വീട്ടിലെ പണി ഒരു ദിവസം നടന്നില്ലെങ്കിലും കൂട്ടായ്മ നിങ്ങൾ മുടക്കരുത്. കൂട്ടായ്മയ്ക്ക് നിങ്ങൾ കടന്നു വരണം, അതിന് പ്രാധാന്യം കൊടുക്കണം. അതായിരിക്കണം നമ്മുടെ മുൻഗണന. അപ്പൊ ഒന്നാമത്തെ കാര്യം സഭയിൽ എന്നാ? നമുക്കൊരു ആത്മീയ അച്ചടക്കം ഉണ്ടായിരിക്കണം. നമ്പർ 2, ടു സേർവ് ആൻഡ് വോളണ്ടിയർ. ടു സേർവ് ആൻഡ് വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നാം സേവിക്കുവാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും സന്നദ്ധ സേവകരായി മാറാനും നാം തയ്യാറാകണം. എന്താണ്? മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും സന്നദ്ധ സേവകർ. വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാ? അവർ പൈസ കൊടുത്ത് ജോലി ചെയ്യുന്നതല്ല, അവർ സ്വയമേ സന്നദ്ധരായിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പീറ്റർ 1:4 നാം വായിക്കുന്നു, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യന്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിൽ ദൈവം എന്ത് കൃപയാണ്, എന്ത് വരമാണ് തന്നിരിക്കുന്നതെന്ന് പ്രാർത്ഥിച്ച് ഡിസ്കവർ ചെയ്യണം. അത് പ്രവാചകൻ വന്ന് തലേ കൈവച്ചല്ല പറയേണ്ടത്, നാം പ്രാർത്ഥിച്ചത് ഡിസ്കവർ ചെയ്യണം. മനസ്സിലായോ? ഒരു ആരാധനയ്ക്ക് പാടാൻ ആരും ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. ഇവിടെ വന്ന് ഈ ഹോളൊന്ന് വൃത്തിയാക്കുന്നത് അതൊരു ശുശ്രൂഷയാ. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടം വൃത്തിയാക്കിയിടുകയാ. ആ മറ്റുള്ള ദൈവദാസന്മാർക്ക് കൊടുത്ത ഗ്ലാസ് കഴുകി വെക്കുന്നത് അത് ശുശ്രൂഷയാ. പാസ്റ്ററാൻറ്റി എന്നോട് പറഞ്ഞില്ല, എന്നോട് പറയത്തില്ല, ഒരു വാക്ക് പറഞ്ഞാൽ അത് വേണ്ട. നിങ്ങളെ അവിടെ ആവശ്യമുണ്ട്. എവിടെ നിങ്ങൾ ആവശ്യമുണ്ടോ അവിടെ നിങ്ങൾ ആവശ്യം മനസ്സിലാക്കി ചെയ്തോണം. ആരെ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ദൈവമക്കൾ അങ്ങനെ ആയിരിക്കരുത്. അതിന് ഉത്തമ ഉദാഹരണം ആരാ? ചർച്ച് ഓഫ് ഗോഡില് ഞാൻ ഓർത്ത് നിങ്ങൾ പറയുമെന്ന്, നമ്മുടെ മേരി ആന്റി അല്ലേ? മേരി ആന്റിയോട് ആരെങ്കിലും എന്തേലും ചെയ്യണമെന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടോ? എല്ലായിടത്തും ഉണ്ടാകും. അത് മെസ്സിലും കാണും, മീറ്റിങ്ങിലും കാണും, കളിക്കുന്നിടത്തും കാണും, അല്ലേ? ഏത്തക്കൊല കൊടുക്കുന്നിടത്തും കാണും, എല്ലായിടത്തും കാണും. മുട്ട പുഴുങ്ങി കൊടുക്കുന്നിടത്തും കാണും. അതിൻ്റെ ഇടയ്ക്ക് വേണേ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വിവരവും അന്വേഷിച്ചേച്ച്. ഇതാണ് സന്നദ്ധത എന്ന് പറയുന്നത്. ഇതിനേക്കാളും വലിയ എക്സാമ്പിൾ വേണ്ടല്ലോ. ഒരാളും ഒന്നും പറയണ്ട, എന്നെ ഒന്നിനും ഇൻവൈറ്റ് ചെയ്യണ്ട. എൻ്റെ ആവശ്യം എവിടെയാണെന്ന് ഞാൻ മനസ്സിലാക്കി അവിടെ ചെയ്യും. അതാണ് നാം സഭയിൽ ചെയ്യേണ്ടത്. ഒരിക്കലും അയ്യോ പാസ്റ്റർ അവർ ഇവരോട് പറഞ്ഞു അങ്ങനെയൊന്നും വിചാരിക്കില്ല. ഷൈന ടീച്ചറിനോട് ആരും പറഞ്ഞു തന്നിട്ടൊന്നും അല്ല ഇത് പ്രസംഗിക്കുന്നത്. ദൈവാത്മാവ് പറഞ്ഞിട്ട് വിളിച്ചു പറയുന്ന, ഞാനിത് പ്രസംഗിച്ചിട്ട് പോയിട്ട് പിന്നെ പാസ്റ്റർമാരോട് വഴക്കൊന്നും പിടിക്കാൻ പോയേക്കില്ലേ കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയും. ഇതൊക്കെ പറയാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ പറയുന്നയാ. നമുക്ക് എന്തുണ്ടായിരിക്കണം? സന്നദ്ധതയുണ്ടായിരിക്കണം. ആര്
നമ്മളെ പുഷ് ചെയ്യരുത്. ഷൈനി അതൊന്ന് ചെയ്യൂ ടീച്ചറെ, ടീച്ചർ ഒന്ന് വന്ന് ഇവിടെ ഇരിക്കും ടീച്ചറെ, അല്ല അവിടെ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് എന്ത് ചെയ്യാം, ഞാനത് ചെയ്യേണ്ടിയത്. എന്നെ ആരും ഇൻവൈറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യരുത്. അങ്ങനെയായിരിക്കണം ഒരു ദൈവ പൈതലിൻ്റെ. എന്താണ് യേശു കർത്താവ് പറഞ്ഞത്? ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ഞാൻ ശുശ്രൂഷിക്കുവാൻ വന്നത്. അപ്പൊ ദൈവവൈതലായ നമുക്ക് എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം? മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. നമ്പർ 3, സഭയിൽ നാം എങ്ങനെയായിരിക്കും? ടു ബി ഇൻവൈറ്റിംഗ് ആൻഡ് ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നാം ആകർഷിക്കുന്ന, ആസകലം ഉൾപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒരു സഹോദരിക്ക് അവരുടെ വോയിസിന്റെ ടോണും കൊണ്ട്, അവരുടെ ശബ്ദത്തിന്റെ ടോണും കൊണ്ട് ഒരു വ്യക്തിയെ വെൽക്കം ചെയ്യാനും പറ്റും, അൺവെൽക്കം ചെയ്യാനും പറ്റും. പറഞ്ഞ മനസ്സിലായോ? ഒരു വ്യക്തിയെ നിങ്ങളുടെ വീട്ടിലാണേലും സഭയിലാണേലും കയറി വരുവാൻ നിങ്ങളുടെ ശബ്ദത്തിന്റെ വോയിസ് മോഡുലേഷനും കൊണ്ട് പറ്റും. നിങ്ങൾ ഒരക്ഷരം മിണ്ടണ്ട. ഇപ്പൊ ആരേലും ഒരാൾ വരുമ്പോ എന്ന് പറഞ്ഞ ആരേലും കയറി വരുവോ? ഇല്ല. നിങ്ങൾ ആ വാതിൽ എന്നിട്ട് വന്നട്ടെ, എത്ര പ്ലസന്റ് അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വോയിസ് മോഡുലേഷനും കൊണ്ട് ഒരു വ്യക്തിയെ സ്വാഗതം ചെയ്യുവാനും തിരിച്ചു വിടുവാനും, വെൽക്കം ആൻഡ് അൺവെൽക്കം. അപ്പം നമ്മൾ അങ്ങനെ ആയിരിക്കണം, മറ്റുള്ളവരെ ആകർഷിക്കുക. അത് അൺഡ്യൂ അറ്റൻഷൻ കിട്ടാനല്ല, ആവശ്യമില്ലാത്ത ആകർഷണത്തിനല്ല. ദൈവ പൈതൽ എന്നുള്ള ദൈവകൃപ ഒഴുകുന്ന, നിങ്ങളുടെ മുഖം കാണുന്നതിന് നിങ്ങളൊരു ദൈവ പൈതലാണെന്നുള്ളത് അവർ മനസ്സിലാക്കി ഇങ്ങനെ കയറി വരണം. അങ്ങനെയുള്ള നിലവാരത്തിലേക്ക് നാം വരണം. എങ്ങനെയാ അങ്ങനെ വരാൻ പറ്റുന്നത്? പ്രാർത്ഥനയിലും ഉപവാസത്തിലും കൂട്ടായ്മയിലുമേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്പർ 4, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതാ ടു സ്റ്റഡി ദ വേർഡ്. ദൈവവചനം പഠിക്കുന്നവരായിരിക്കണം. തെസലോനിക്കയിലുള്ളവര് നല്ലപോലെ ദൈവവചനം പഠിക്കുന്നവരായിരിക്കും. എന്നാൽ ബെരോവയിലുള്ളവരെ കുറിച്ച് എന്നാ പറയുന്നത്? ദൈവദാസന്മാർ വന്ന് ദൈവവചനം പ്രസംഗിച്ചിട്ട് പോകുമ്പോ ജിജിയാനിക്ക് വചനമൊക്കെ നന്നായി അറിയാം, എന്തോ പറയുന്ന അങ്ങനെ തന്നെയോ എന്ന്. അങ്ങനെ ആയിരിക്കണം നമ്മള്. നിങ്ങൾ ഇരുന്ന് വചനം പഠിക്കണം. ഈ വേദപുസ്തകം ഞായറാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും പൊടി തട്ടി എടുത്തോണ്ട് വരാനുള്ളതല്ല. കിട്ടുന്ന സമയമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ മമ്മി കുക്ക് ചെയ്യും. ഇപ്പോഴല്ലേ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ, കരിയും ഒന്നുമില്ലാത്ത അന്ന് കരിയെടുപ്പൊക്കെയാ. ഈ CA എന്ന് പറയും, ഞങ്ങളുടെ അസംബ്ലീസ് ഓഫ് ഗോഡിലുണ്ടായിരുന്നു ക്രൈസ്റ്റ് അംബാസഡേഴ്സ് യൂത്ത് മീറ്റിംഗ്. അത് അതിന് ലേഖനമനപ്പാഠം പഠിക്കുന്നതാ. അരി കഴുകി ഇതിനകത്ത് ഇടുമ്പോൾ ഒരു കയ്യില് ഈ ബൈബിള് പിടിച്ച് പഠിക്കുക എന്ന്. ആകെയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു അങ്ങനെ പഠിപ്പിച്ചത് എന്നെ. കുറച്ച് ലേഖനങ്ങളും ഒക്കെ അന്ന് പഠിച്ചതേ ഉള്ളൂ, ഇന്നിപ്പം പഠിക്കാൻ പറ്റുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ദൈവവചനം പഠിക്കുക എന്നുള്ളത് അങ്ങനെ മനപ്പാഠം പഠിക്കുക എന്ന് മാത്രമല്ല, വായിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. ദൈവവചനം ഓപ്പൺ ചെയ്യുമ്പോൾ ദൈവം നിങ്ങളോടൊന്ന് സംസാരിച്ചെന്ന് ഉറപ്പ് വരുത്താതെ ദൈവത്തിന്റെ വചനം നിങ്ങൾ അടച്ചു വെക്കരുത്. പറഞ്ഞു മനസ്സിലായോ? ചുമ്മാ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു സങ്കീർത്തനത്തിന്റെ അറ്റം വായിച്ച് കിടക്കുന്ന രീതിയല്ല. വചനം വായിച്ച് ഗ്രഹിച്ച് അതിൽ നിന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കണം. അത് നാം ചെയ്യുന്നവരായിരിക്കണം. സഭയില്ലാത്തതുകൊണ്ട് വേഗം പറയാം. അതുകൊണ്ട് ഒന്ന് ദിനവൃത്താന്തം 16:11 വായിക്കുന്നത്, യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവീൻ, അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പീൻ. ആമേൻ. വല്ലപ്പോഴും ഒക്കെ അന്വേഷിക്കാനാണോ? അല്ല, നിരന്തരം അന്വേഷിപ്പേൻ. പിന്നെ 5ാമത്തെ കാര്യം, ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമാ, നാം സുവിശേഷീകരിക്കുന്നവരായിരിക്കണം. ദൈവ പൈതലായി തീർന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളുടെയും ഈ വടക്കൻ മേഖലയിലുള്ള എല്ലാ സഹോദരിമാരുടെയും മാറാൻ പറ്റാത്ത ഉത്തരവാദിത്തമാ സുവിശേഷീകരണം എന്നുള്ളത്. ഹല്ലേലൂയ. ആരും ഒരു ഹല്ലേലൂയ പറയുന്നില്ലല്ലോ. ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നത്ര. ഇഷ്ടപ്പെട്ടില്ലേലും ഞാനിത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. സുവിശേഷീകരണം ചെയ്യണം. കാണുന്നവരോട് കർത്താവിന്റെ വചനം പറയണം. അതിന് നിങ്ങൾക്ക് MDV MTH ഒന്നും വേണ്ട. യേശു നല്ലവനാ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളുടെ രക്ഷകനാണെന്ന് പറഞ്ഞാൽ മതി. ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്തോളൂ.
പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സഭയിൽ ചെയ്യരുതാത്ത കാര്യം കൂടെ ഞാൻ പറയാം. ഒന്ന്, അതത്ര ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഒരിക്കലും നോട്ട് ടു കോമ്പീറ്റ്, ഒരിക്കലും മത്സര ബുദ്ധി ഉണ്ടാകരുത്, മത്സരിക്കരുത്, ആരോടും മത്സരിക്കരുത്. നമ്മളെല്ലാം പോകുന്ന റോഡുകൾ ഒരുപക്ഷെ നേരെ സമാനമായതായിരിക്കാം, ഇന്റർസെക്റ്റ് ചെയ്യുന്നതായിരിക്കാം, കൂട്ടിയത്. എന്നാൽ നാം എല്ലാവരും തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാതകളിലൂടെയാണ് ദൈവം നടത്തുന്നത്. ഒരിക്കലും ഒരാളും ഒരാളെ കമ്പയർ ചെയ്യരുത്. എനിക്ക് ബെസി ആൻറ്റി ആകാൻ പറ്റത്തില്ല, എനിക്ക് മേരി ആൻറ്റി ആകാനോ ജിജി ആൻറ്റി ആകാനോ ജോളി ആൻറ്റി ആകാനോ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റത്തില്ല, എനിക്ക് ഷൈനി ആകാനേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഒരിക്കലും നമ്മൾ കോമ്പീറ്റ് ചെയ്യരുത്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മാത്രമേ നാം ചെയ്യാവൂ. പിന്നെ രണ്ടാമത്, പൊതുവെ ലേഡീസിനെ കുറിച്ച് പറയുന്നത് ചില പരദൂഷണം പറയുമെന്നാ എനിക്കറിയത്തില്ല, ഞാൻ പറയാറില്ല. ഞാൻ ഉറപ്പായിട്ടും പറയും, ഞാൻ പറയാറില്ല, പറയത്തില്ല ഞാനത്. ഗോസിപ്പ്, അത് എന്റർടൈൻ ചെയ്യരുത്. സഭയെ ഇല്ലാതാക്കുന്ന മാരക വിഷമാത്. നമുക്കതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? ഒരു വ്യക്തിയുടെ കാര്യം വേറൊരാൾ വന്ന് പറയുന്നു, അത് നമ്മൾ നീ ആരോടും ഇങ്ങനെയാ നമ്മുടെ ഇൻട്രഡക്ഷൻ. നീ ആരോടും പറയല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിന്നോട് പറയുക, ഇങ്ങനെ അവൾ പറഞ്ഞു. ചെയ്യരുത് കേട്ടോ, ഒരിക്കലും ചെയ്യരുത്. അത് നമ്മുടെ സഭയെയും ശുശ്രൂഷയെയും ഐക്യതയെയും ദൈവസ്നേഹത്തെയും ഇല്ലാതാക്കുന്നതാ. അതുകൊണ്ട് അത് ചെയ്യരുത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മൂന്നാമതായിട്ട്, ചിലർക്ക് ഓവർ കമ്മിറ്റ്മെന്റാ, ഭയങ്കര പ്രതിബദ്ധത. അങ്ങനെ ആകരുത്. അടിച്ചു വാരത്തുമില്ല, വീട് വൃത്തിയാക്കത്തുമില്ല, പിള്ളേരുടെ കാര്യം നോക്കത്തുമില്ല. എന്നിട്ട് പിന്നെ അങ്ങ് സഭയെന്ന് പറഞ്ഞാൽ സഭയിൽ പോവാ പ്രാർത്ഥന ഇല്ല. കുടുംബം വളരെ പ്രധാനപ്പെട്ടതാ. കുടുംബത്തെ നോക്കിയിട്ട് വേണം. അങ്ങനെ ഓവർ കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകാം. നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാകാം. ജിജി ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടു ഞാനാ പറഞ്ഞത്, ചിരിക്കുന്നു. സോ ഓവർ കമ്മിറ്റ്മെന്റ് ഒരിക്കലും ഉണ്ടാകരുത്. ഓവർ കമ്മിറ്റഡ് ആകരുത് നാം. അത് ദൈവഹിതമല്ല. ഫാമിലിയെ നോക്കി എന്നാൽ അപ്പോൾ തന്നെ ദൈവകാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നാലാമതായി, ചിലർക്കൊരു ഇതുണ്ട്, ഭക്തിയുടെ പാരമ്യത്തിൽ അങ്ങ് എത്തുന്നത് കൊണ്ട് ആരോടും മിണ്ടത്തില്ല, ഞാൻ ആരോടും മിണ്ടത്തില്ല. അയ്യോ, മിണ്ടിയാൽ എൻ്റെ ഭക്തി അങ്ങ് വെറുതെ കേട്ടോ. ഏറ്റവും പ്രശ്നമാത്, ഏറ്റവും പ്രശ്നമാത്. ആൾക്കാരോടൊക്കെ മിണ്ടണം, ഇടപെടണം, സ്നേഹത്തോടെ ഇടപെടണം. ഞാൻ പാസ്റ്ററുടെ ഭാര്യയൊന്നുമല്ല, പക്ഷെ ഞങ്ങളുടെ എക്ലീഷ്യ ചർച്ച് വരുന്ന എല്ലാവരെയും ഞാനൊന്നും മൈൻഡ് ചെയ്തിട്ടേ വിടത്തുള്ളൂ. ഓടിച്ചത് ഒത്തിരി മിണ്ടത്തില്ല, പക്ഷെ എല്ലാവരും കൈയൊക്കെ കൊടുത്തിട്ട് ഹലോ. അപ്പോൾ ഒരു ദിവസം എന്നെ കണ്ടില്ല, അവരെന്നെ അന്വേഷിക്കും. വലിയ ആളായതുകൊണ്ടൊന്നും അല്ല, എനിക്കങ്ങനെ ഒരു തരംതിരിവൊന്നും. എനിക്ക് എല്ലാവരും, അവിടെ വരുന്ന എല്ലാവരും ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവരും ഒന്ന് ചെന്നൊന്ന് തൊട്ടേച്ചേ പോകുള്ളൂ, ഒത്തിരി മിണ്ടത്തൊന്നുമില്ല. വയ്യാന്ന് കേട്ടാൽ ചിലപ്പോൾ ഒന്ന് വിളിക്കും, അന്വേഷിക്കും. അതൊക്കെ എന്തോരം സന്തോഷമെന്നറിയാമോ? നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാകണം. അതൊക്കെയാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. സഹോദരിമാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ സഭയുടെ നിലനിൽപ്പിന് രോഗമാണെന്നോ ഇതാണെന്നോ അറിയാൻ വിളിക്കത്തില്ല. വേറെ വല്ലതും ആണെന്ന് പറഞ്ഞാൽ ഉടനെ ഫോണ് വിളിച്ചോ. മുഴുവൻ ഓൺലൈനാ. ഓൺലൈന് നിർത്തിക്കോണം ഈ പരിപാടിയൊക്കെ. സ്വർഗത്തിൽ പോണെങ്കിൽ അല്ല, പിന്നെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടി നിർത്തി കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്തോണം. എനിക്കറിയാം ഇന്ന് എന്നോട് പിണങ്ങുന്നു, എന്നാലും വേണ്ടേ. അഞ്ചാമത്തെ, നമ്മൾ ആർഗ്യുമെന്റേറ്റീവ് ആകരുത്. വാഗ്വാദങ്ങളിൽ ഇടപെടുന്നവർ, അത് പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ട്രിൻ സംബന്ധമായി ഉപദേശ സംബന്ധമായി വരുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോട് ആവശ്യമില്ലാതെ തർക്കിക്കുന്നവരാണ്. എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്? സ്നേഹത്തിൻ്റെ ആത്മാവിൽ നാം ആ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ 5 കാര്യങ്ങൾ സഭയെ ചെയ്യരുതാത്തതും മുമ്പ് പറഞ്ഞ കാര്യം സഭയെ ചെയ്യേണ്ടതും. മനസ്സിലായോ? അത്ര സന്തോഷമില്ലെന്ന് തോന്നുന്നു. അമ്മച്ചിക്കുണ്ട്, മതി, ഒരാക്കേലും ഉണ്ട്. ഇനി നമുക്ക് മാതൃകപരമായ ക്രിസ്തീയ ജീവിതം 1 തെസ്സലോനിയർ 3:12 എടുക്കും. വേഗം നമ്മൾ പോയിന്റ് പറഞ്ഞ് നിർത്താൻ പോവാ. ഒരു സഹോദരി മാതൃകപരമായ ക്രിസ്തീയ ജീവിതം സമൂഹത്തിലും സഭയിലും കുടുംബത്തിലും എങ്ങനെ നടത്തണം, അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളതാ പറയാൻ പോകുന്നത്.
എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും. മോളെ താഴത്തെ വാക്യം ഒന്ന് വായിച്ചേ, 13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദരായി വെളിപ്പെടുമെണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. മോളെ അവരെ കുറിച്ച് വളരെ നിങ്ങൾ മാതൃകയുള്ളവരായിരുന്നു എന്ന് ഒരു വേഴ്സ് അവിടെ ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഞാൻ പറയുന്ന വാക്കുകളിൽ ഇത് വരുന്നുണ്ട്. അത് 1 തെസ്സലോനിക്കർ 1:5-6 തോന്നുന്നു മോളെ, 5-6 വാക്യങ്ങൾ. ഓക്കെ, അപ്പം തെസ്സലോനിക്ക സഭയെ മുൻനിർത്തി മറ്റുള്ളവരോട് പറയുക, നിങ്ങൾ മാതൃകയുള്ളവരായിരിക്കണം. എങ്ങനെ? നിങ്ങൾ മാതൃകയുള്ളവരായിരിക്കണം. അതെ മോളെ, 6-ാം വാക്യം കേട്ടോ. താങ്ക് യു. അപ്പൊ 5 ചിന്തകള് ഈ 5 അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ മാതൃകയുള്ളവരെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുക, നിങ്ങൾ എഴുതിയെടുക്കണം. നമ്പർ 1, എന്തുകൊണ്ട് നാം മാതൃകയായിരിക്കണം. 5 അധ്യായത്തിൽ 5 ചിന്ത. അതിനുശേഷം ഞാൻ നിങ്ങളോട് ചില കാര്യം കൂടെ പറയും. 5 അധ്യായത്തിലെ 5 ചിന്തയിൽ ഒന്നാമത്തെ ചിന്ത, എന്തുകൊണ്ട് നാം മാതൃകയായിരിക്കണം. അധ്യായം 1:6-8 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരാകയാൽ നാം മാതൃകയുള്ളവരായിരിക്കണം. എന്തുകൊണ്ട് നാം മാതൃകയുള്ളവരായിരിക്കണം? ക്രിസ്തുവിനെ നമ്മൾ ആരെയാ വെളിപ്പെടുത്തുന്നത്? ക്രിസ്തുവിനെ. ഷൈനിയെ അല്ല, ക്രിസ്തുവിനെയാ വെളിപ്പെടുത്തുക. ആമേൻ. നമ്മളെ കാണുന്നവർ ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം. നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരാകിയാൽ നാം മാതൃകയില്ലെങ്കിൽ ക്രിസ്തു വെളിപ്പെടില്ല. അതുകൊണ്ട് നാം മാതൃകയുള്ളവരായിരിക്കും. നമ്പർ 2, സമയമില്ലാഞ്ഞിട്ടാണ്, 2-ാം അധ്യായം 14-ാം വാക്യം. 2:14 വാക്യത്തിൽ അതിൻ്റെ അവിടെ കാണുന്നത്, നാം എന്തുകൊണ്ട് മാതൃകയുള്ളവരായിരിക്കണം. നാം ദൈവസഭയുടെ ഭാഗമായിരിക്കാൻ നാം മാതൃകയുള്ളവരാകണം. നാം എന്താണ്? ദൈവസഭ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തുവിന്റെ ശരീരമായ ദൈവസഭയുടെ ഭാഗമാണ് നമ്മള്. ജീവനുള്ള കല്ലുകളായ നമ്മളെ കൊണ്ടാണ് എന്ത് പണിതിരിക്കുന്നത്? ക്രിസ്തുവിന്റെ സഭ പണിതിരിക്കുന്നത്. അതുകൊണ്ട് നാം മാതൃകയുള്ളവരായിരിക്കണം. ആമേൻ. നമ്പർ 3, 3:13 നാം കാണുന്നത്, ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നാം മുമ്പായി നിൽക്കേണ്ടവരാകയാൽ നാം മാതൃകയുള്ളവരാണ്. നാം എങ്ങനെയാണ് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിൽക്കണ്ടേ? ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പോകണം. അതുകൊണ്ട് നാം എന്താണ്? മാതൃകയുള്ള ജീവിതം നയിക്കണം. മാതൃകയുള്ള ജീവിതം നയിക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പോകുവാനായി സാധിക്കുകയുള്ളൂ. 4-ാമതായിട്ട് 4:7-8 വാക്യങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുന്നത്, ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. അതിനാൽ നാം എന്താകണം? മാതൃകയുള്ള. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നാം മാതൃകയുള്ളവരായിരിക്കണം. 5-ാമത്തെ ചിന്ത, 5:11 നാം പ്രബോധിപ്പിക്കുന്നവരും തമ്മിൽ ആത്മീക വർധനവ് വരുത്തുന്നവരും ആകയാൽ നാം മാതൃകയുള്ളവരായിരിക്കും. നാം എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് അവിടെ വായിക്കുന്നത്, നാം തമ്മിൽ പ്രബോധിപ്പിക്കണം, നാം തമ്മിൽ ആത്മീക വർധനവ് വരുത്തണം. അപ്പം നാം പ്രബോധിപ്പിക്കുന്നവരും തമ്മിൽ ആത്മീക വർധനവ് വരുത്തുന്നവരുമാകിയാൽ നാം മാതൃകയുള്ളവരെ. അപ്പം അങ്ങനത്തെ 5 ചിന്തകൾ 1 തെസ്സലോനിക്കരിൽ എത്ര അധ്യായം ഉണ്ട് മക്കളെ? 5 അധ്യായമാണ് ഉള്ളത്. 5 ചിന്തകൾ 5 അധ്യായത്തിലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുക. എന്താ? നാം എന്തുകൊണ്ട് മാതൃകയുള്ളവരായിരിക്കണമെന്ന്. 4:1 വാക്യം മക്കളെ ഒന്ന് വായിച്ചതാ. 4:1 അവിടെ നാം വായിക്കുന്നത്, സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ മതി. ദൈവപ്രസാദം നമുക്ക് എന്ത് വേണം? മാതൃകയായി ജീവിക്കണമെങ്കിൽ എന്തു വേണം? ദൈവപ്രസാദം വേണം. മനുഷ്യനെ പ്രസാദിപ്പിക്കാന് ഈസിയാണ്, ചിലപ്പോൾ പാടുമാണ്. അങ്ങനെ നോക്കിയാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് ദൈവപ്രസാദമാണ് പ്രധാനം. അപ്പൊ ദൈവപ്രസാദം ലഭിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം?
നടപ്പ് ക്രമീകരിക്കണം. അപ്പൊ എങ്ങനെയാണ് നാം ഒരു ദൈവപ്രസാദം മാതൃക ജീവിതം നയിക്കാൻ കഴിയുന്നത്? അതിന്റെ ചില കാര്യങ്ങൾ പോയിന്റ് പറഞ്ഞ് നാം നിർത്താം. 1 തെസ്സലോനിക്കർ 4:3-4 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 4:3-4 വാക്യങ്ങൾ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും ഭാരത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളണം. കേട്ടോ? അപ്പൊ ഒന്നാമതായിട്ട് അവിടെ പറയുന്നത് നാം മാതൃക ജീവിതം നയിക്കുന്ന ദുർനടപ്പ് വിട്ടൊഴിയണം. നമ്മുടെ ശാരീരിക മാനസിക, അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 7 പറയുന്നത്, അതുകൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി. ആമേൻ. നാം അത് ചെയ്യണം. ദുർനടപ്പ് വിട്ടൊഴിയണം. ദുർനടപ്പ് എന്ന് പറയുന്നത് ശരീരം, നമ്മുടെ ശരീരത്തിൽ വരുന്ന എല്ലാ പാപചിന്തകളും പാപപ്രവൃത്തികളും ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാ. അതുകൊണ്ട് കൊരിന്ത്യരിൽ വായിക്കുന്നത്, അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കും, നിങ്ങൾ താന്താങ്ങൾക്ക് ഉള്ളവരല്ല. അപ്പൊ നമ്മുടെ ശരീരം ദൈവത്തിനുള്ളതാ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദുർനടപ്പ് വിട്ടൊഴിയണം. എല്ലാ വിധത്തിലുള്ള ദുർനടപ്പ് വിട്ടൊഴിയണം. അതാണ് നമ്പർ 1. എന്തുകൊണ്ട് ശരീരം ദുർനടപ്പില്ലാതെ ജീവിക്കണം? അതാ ഞാൻ പറഞ്ഞത്, ശരീരം ദൈവത്തിന്റെ മന്ദിരമാ, പിന്നെ നമ്മെ വിലയ്ക്ക് വാങ്ങിയതാ, നാം താന്താങ്ങൾക്കുള്ളവര് അല്ല. നമ്പർ 2, 1 തെസ്സലോനിക്കർ 4:6 നാം വായിക്കുന്നത്, ആരെയും നാം അതിക്രമിക്കരുത്, ആരെയും നാം ചതിക്കരുത്. അതിക്രമിക്കരുത്, ചതിക്കരുത്. നാം ആരെയും ഗലാത്യർ 5:15 നിങ്ങൾ എല്ലാവരും കൂടെ കടിക്കുകയും തിന്നുകളയുകയും ചെയ്തെന്ന് എഴുതിയേക്കുക. അപ്പൊ ഇതെല്ലാം നടക്കുന്ന കാര്യം. അപ്പം അങ്ങനെ ആയിരിക്കരുത്. നാം എങ്ങനെ ആയിരിക്കും? നമ്മൾ ആരെയും അതിക്രമിക്കരുത്, ചതിക്കരുത്. പിന്നെ നമ്പർ 3, തെസ്സലോനിക്കർ 4:7 നമ്മുടെ വിളിയിലുള്ള വിശുദ്ധി നാം തിരിച്ചറിയണം. ഇപ്പം വന്ന് എന്തും ആകാം അല്ലേ ആൻറ്റി? എങ്ങനെയുമാകാം, അങ്ങനെയല്ലേ? എന്തും ആകാം, എങ്ങനെയാകാം. ബന്ധുക്കോസാരായാലും ബന്ധുക്കോസാര് പിള്ളേരായാലും എന്തായാലും അതൊന്നും കുഴപ്പമില്ല. കർത്താവ് അങ്ങ് ക്ഷമിക്കും അല്ലേ? കർത്താവ് ദീർഘക്ഷമയുള്ള ദൈവം. അങ്ങനെയല്ല. ഇവിടെ വ്യക്തമായി പറയുന്നത്, ദൈവം നമ്മളെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കായിട്ടത്രേ. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കെ. കർത്താവ് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് അത് കൽപ്പനയാ. അതിന് യാതൊരു വെള്ളം ചേർക്കാനും കഴിയില്ല. നാം ദൈവ പൈതലാണെങ്കിൽ വേർപാടും വിശുദ്ധിയും പാലിക്കേണ്ടതിന് പാലിക്കുക തന്നെ ചെയ്യണം. മക്കളെ, കൂട്ടുകാർ പലത് കാണിക്കും, അവരുടെ കൂടെ കൂടാൻ നമുക്ക് അനുവാദമില്ല. നിങ്ങൾ അവരുടെ പക്ഷം ചേരുകയല്ല, അവർ നിങ്ങളുടെ പക്ഷം ചേരുമെന്ന്. ജോബിനെ കുറിച്ച് നല്ല സാക്ഷി ഞാൻ കേട്ടു. ബാങ്കിൽ നിന്ന് അവര് ഒന്ന് കൂടാനൊക്കെ കൂട്ടുകാരെ വിളിക്കും. ഇല്ലയോ ഇവിടെ? മക്കളെ, നല്ല കാര്യം, കൂടാനൊക്കെ വിളിക്കും. പക്ഷെ ഇപ്പൊ അവര് പറയുമെന്ന്, ജോബിനെ വിളിക്കണ്ട. നല്ലതല്ലേ? അങ്ങനെയൊക്കെ വേണം കേൾക്കാന്. അങ്ങനത്തെ സാക്ഷിയൊക്കെ കേൾക്കണം. അവർ മനസ്സിലാക്കണം അങ്ങനെ എല്ലാവരുടെയും കൂടെ നമ്മള് കൂടത്തില്ലെന്ന്. അതാണ് യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത്. അതാ യഥാർത്ഥ വേർപാടുന്നു. അപ്പൊ നമ്മുടെ വിളിയിലുള്ള വിശുദ്ധി നാമ തിരിച്ചറിയണം. അപ്പൊ നാം മാതൃകയോടെ ജീവിക്കുവാൻ ഇടയാകും. നമ്മളെ വിശുദ്ധീകരിക്കുന്ന 3 ഘടകങ്ങളാണ്. ഏതൊക്കെയാന്ന് വേഗം പറയാമോ? നമ്മളെ വിശുദ്ധീകരിക്കുന്ന 3 ഘടകങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ അല്ല എൻ്റെ അല്ല അമ്മച്ചി, ഉപവാസം പ്രാർത്ഥനയ്ക്കുണ്ട വചനം, പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ രക്തം. എല്ലാവരും പറഞ്ഞേ, യേശുവിൻ്റെ രക്തം, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം. കേട്ടോ? ദൈവത്തിന് എന്നും പ്രാർത്ഥിക്കും, ദൈവമേ നിന്റെ ആത്മാവിനാൽ, നിന്റെ രക്തത്താൽ, നിന്റെ വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ദിനം പ്രതി നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അത് ഒരു പ്രാവശ്യം കൊണ്ട് തീർന്നു പോകുന്നതല്ല. 1 തെസ്സലോനിക്കർ 4:12 പറയുന്നു. അടുത്തത് 4-ാമത്തെ കാര്യം, ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർക്കണം. ആജ്ഞാപിച്ചതുപോലെ അടങ്ങി. മക്കളെ, എന്ത് ഈ അടങ്ങി പാർക്കുക എന്ന് പറയുന്നത്? ഇതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ നിർത്താവേ ആൻറ്റി, സോറി. അടങ്ങി പാർക്കണം എന്ന് പറയുന്നതിനകത്തെ 3 കാര്യങ്ങൾ ഞാൻ പറയാം, എഴുതിയെടുത്തു. അടങ്ങി പാർക്കണം എന്നതിൻ്റെ അർത്ഥം 3 കാര്യങ്ങൾ ഞാൻ പറയാം. 1,
ആഡംബരമില്ലാത്ത ജീവിതം നയിക്കണം. ഇഷ്ടപ്പെടത്തില്ല, എഴുതിക്കോ. ആഡംബരമില്ലാത്ത ജീവിതം നയിക്കണം. നമ്പർ 2, ആവലാതിയില്ലാത്ത ജീവിതം നയിക്കണം. എന്താണ്? ആവലാതിയില്ലാത്ത ജീവിതം, പരാതിയില്ലാത്ത, പരിവട്ടവും ഇല്ലാത്ത ജീവിതം നയിക്കണം. 3, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അപ്പൊ പൗലോസ് നിങ്ങൾ ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് സംക്ഷിപ്തമായിരിക്കുന്ന 3 കാര്യങ്ങളാണ്: ആഡംബരമില്ലാത്ത ജീവിതം, ആവലാതിയില്ലാത്ത ജീവിതം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഇനിയുള്ള ഭാഗം ഒന്നും പറയാൻ എനിക്ക് നേരമില്ല. ഇനി വേറെ ഒത്തിരി, ഞാൻ എങ്ങനെ ഒരു വൈഫ് ആയിരിക്കണം കുടുംബത്തിൽ, അതൊക്കെ പറയണമെന്ന് കരുതിയ ദൈവം അനുവദിച്ചാൽ വീണ്ടും നമ്മൾ കാണുമ്പോൾ ബാക്കി അതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പം 1 പത്രോസ് 3:3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ എങ്ങനെയാ? നമ്മൾ എങ്ങനെ ഉള്ളവരായിരിക്കണം? നമുക്ക് സൗമ്യത വേണം, നമുക്ക് സാവധാനതയുള്ള മനസ്സ് വേണം. സൗമ്യതയും സാവധാനം. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് കുടുംബം എന്താണ്, നമ്മുടെ കുടുംബം എങ്ങനെയായിരിക്കണം, നമ്മുടെ കുടുംബം എങ്ങനെയാ. 3 കാര്യം പറഞ്ഞില്ലേ? എങ്ങനെയുള്ള കുടുംബങ്ങളാ? പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കണേ, എൻ്റെ കുടുംബം സമാധാന നിവാസമാകണം, നിർഭയ വസതിയാകണം, സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളാകണം. പിന്നെ നാം മാതൃകയുള്ളവരായിട്ട് ജീവിക്കണം. 5 കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ദൈവപ്രസാദം കിട്ടി മാതൃകയോടെ ജീവിപ്പാൻ എത്ര കാര്യങ്ങൾ പറഞ്ഞു? ശ്രദ്ധിക്കുന്നില്ലായിരുന്നോ? അപ്പം ഞാൻ പറഞ്ഞ ചുമ്മാതിയാണോ? എത്ര കാര്യങ്ങൾ പറഞ്ഞു? പിന്നെയും 5 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ റെഫറൻസ് എല്ലാം വെച്ച്, ഈ പോയിന്റും വെച്ച് ദൈവവചനം വായിക്കണം. അപ്പം ദൈവാത്മാവ് നിങ്ങൾക്ക് നല്ല വിശദീകരണങ്ങൾ കർത്താവ് തരും. സമയത്തിൻ്റെ കുറവ് കൊണ്ടാ എനിക്ക് 1-2 മണിക്കൂർ നിന്ന് നിങ്ങളോട് മിണ്ടാൻ സംസാരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഭംഗിയോടെ നടക്കണമല്ലോ. അതാണ് മുമ്പേ ഞാൻ പഠിപ്പിച്ചു നിങ്ങളോട് ആത്മീയ അച്ചടക്കം ഉണ്ടാകണം. എന്നിട്ട് പിന്നെ ഞാൻ സമയത്ത് നിർത്തിയില്ലെങ്കിൽ ഇവരിറങ്ങുമ്പോൾ ടീച്ചർ പ്രസംഗിച്ചതെന്ന് ചോദിക്കത്തില്ലയോ? അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാ.